തദ്ദേശ തെരഞ്ഞെടുപ്പിൽ സംസ്ഥാനം ഒട്ടാകെ കടുത്ത തിരിച്ചടി നേരിട്ടെങ്കിലും തൃശൂരിൽ പിടിച്ചു നിൽക്കാനായെന്ന വിലയിരുത്തലിലാണ് LDF ജില്ലാ നേതൃത്വം. ഭരണവിരുദ്ധ വികാരം പ്രകടമായ തെരഞ്ഞെടുപ്പിൽ പ്രാദേശിക പ്രശ്നങ്ങളും സ്ഥാനാർത്ഥി നിർണയവും മുന്നണിയെ സ്വാധീനിച്ചു. കുറവുകൾ പരിഹരിച്ച് മുന്നോട്ടു പോകുന്നതിന് വലിയ അധ്വാനം വേണ്ടിവരും. അതിനൊപ്പം താഴെത്തട്ട് മുതലുള്ള മുന്നണി സംവിധാനവും മെച്ചപ്പെടുത്തണമെന്നാണ് LDFന് ഉള്ളിൽ നിന്ന് ആവശ്യങ്ങൾ ഉയരുന്നത്. നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 13-ൽ 12 നേടിയ വിജയം. ലോക്സഭാ തെരഞ്ഞെടുപ്പിലെ ത്രികോണപ്പോരിൽ 87,000 വോട്ടിന്റെ വർധനവ്. സംസ്ഥാന സർക്കാരിന്റെ ബലത്തിൽ ജില്ലയിലെമ്പാടും നടപ്പാക്കിയ വികസന പദ്ധതികളുടെയും ക്ഷേമ പ്രവർത്തനങ്ങളുടെയും ആത്മവിശ്വാസം. ഇതെല്ലാം ഉണ്ടായിരുന്നിട്ടും തദ്ദേശം വിധി എഴുതിയപ്പോൾ അടിമുടി ആടിയുലഞ്ഞു തൃശൂരിലെ ഇടതുമുന്നണി. ഭരണവിരുദ്ധ വികാരം പ്രകടമായ വിധിദിനത്തിൽ മറ്റു ജില്ലകളെ അപേക്ഷിച്ച് പരാജയത്തിന്റെ ആഘാതം കുറയ്ക്കാനായി. എന്നാൽ പഞ്ചായത്ത് തലം മുതലുള്ള മേൽക്കോയ്മ, കോർപ്പറേഷൻ ഭരണം, ബ്ലോക്ക് ജില്ലാ പഞ്ചായത്തിലെ ശക്തി ചോർച്ച എന്നിവ ചെറുതൊന്നുമല്ലാത്ത പ്രതിസന്ധിയാണ് ജില്ലയിലെ ഇടതുമുന്നണിക്കുള്ളിലും സൃഷ്ടിച്ചിരിക്കുന്നത്. തൃശൂർ കോർപ്പറേഷനിൽ ഞങ്ങൾ പ്രതീക്ഷിച്ച വിജയം ലഭിച്ചിട്ടില്ല. തീർച്ചയായും അതിൻ്റെ കാരണങ്ങൾ സംബന്ധിച്ച് സൂക്ഷ്മമായിട്ടുള്ള പരിശോധന നടത്തും. പാളിച്ചകൾ തിരുത്തി മുന്നോട്ട് പോകും. തൃശൂർ കോർപ്പറേഷനിൽ ഉത്തരവാദപ്പെട്ട പ്രതിപക്ഷമായിട്ട് ഞങ്ങൾ പ്രവർത്തിക്കുകയും ചെയ്യും. ഇടതുമുന്നണിയിലെ താഴെത്തട്ടിലെ കെട്ടുറപ്പില്ലായ്മയും സ്ഥാനാർത്ഥി നിർണയത്തിലും സീറ്റ് വിഭജനത്തിലും സംഭവിച്ച പാളിച്ചകളും തിരിച്ചടിക്ക് കാരണമായി. പ്രാദേശിക നേതാക്കളുടെ കടുംപിടുത്തവും തമ്മിൽ പോരും അതാത് പാർട്ടികളെ മാത്രമല്ല മുന്നണിയെ ആകെ തന്നെ പ്രതികൂലമായി ബാധിച്ചതായും വിമർശനമുയരുന്നു. എന്നാൽ വിമർശനങ്ങൾ ഉൾക്കൊള്ളുമെന്നും പരാജയം ഇഴകേറി പരിശോധിക്കുമെന്നും തിരുത്തുമെന്നും തന്നെ ജില്ലാ നേതൃത്വം പറയുന്നു. സംസ്ഥാനതല അവലോകന യോഗങ്ങൾ പൂർത്തീകരിച്ചാൽ അതിനുള്ള നടപടികളിലേക്ക് കടക്കാനാണ് ജില്ലയിലെ ഇടതുമുന്നണി നേതൃത്വത്തിന്റെ ആലോചന. ന്യൂസ് മലയാളം, തൃശൂർ.